ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയൊരു ബാത്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ വീതിയും നീളമാണ്. 150 സെൻറ്റിമീറ്ററാണ് വീതി വരുന്നത്. 120 സെൻറ്റിമീറ്റർ 150 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. അപ്പോൾ 120 150 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ സൈഡിലേക്ക് ഒതുക്കിയിട്ട് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തു. അതിൻ്റെ തൊട്ടുപുറത്ത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു. ക്ലോസറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയ നമുക്ക് 120 സെൻറ്റിമീറ്ററിൽ ബാക്കി വരുന്ന ഏരിയ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആയിട്ട് എടുത്തു. അപ്പോൾ ക്ലോസറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മിനിമം 90 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ അതായത് അങ്ങേറ്റത്തു നിന്ന് 40 സെൻറ്റിമീറ്റർ സെൻറ്ററിലായിട്ട് ക്ലോസറ്റിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തു. പിന്നെ 2 സൈഡുകളിലായിട്ട് ഹെൽത്ത് ക്ലോസറ്റിനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ നമ്മൾ ഫ്ലഷിലേക്ക് കയറാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു. പിന്നെ ഇങ്ങേറ്റത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 150 സെൻറ്റിമീറ്ററാണ് നമ്മൾ നീളം വരുന്നത്. അതിൻ്റെ ഇങ്ങേറ്റത്തെ കോർണറിൽ അതായത് ക്ലോസറ്റുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ അറ്റത്തേക്ക് മാറ്റിയതിന് ശേഷം 90 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ 45 സെൻറ്റിമീറ്റർ സെൻറ്ററായിട്ട് നമ്മൾ പറയുന്ന ഷവറിൻ്റെ വാൽവ് കൊടുത്തു. പിന്നെ ഒരു റെയിൻ ഷവർ കൂടി കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ നമ്മൾ മുകളിലേക്ക് 7 അടി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴെ നിന്നും ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 7 അടിയാണ് കൊടുത്തിരിക്കുന്നത്. 120 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഷവർ വാൽവ് കൊടുത്തിരിക്കുന്നത്. 30 ഇഞ്ചിലാണ് നമ്മൾ ഈ പറയുന്ന ടാപ്പ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. 2-3 മെഷർമെൻറ്റുകളാണ്. അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 30 ഇഞ്ചിലാണ് നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മളതുപോലെ ഷവർ വാൽവ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ നേരെ ഷവറിൽ ഏറ്റവും ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ ബാത്റൂമിലാണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി, അതായത് വാഷ് ബേസിൻ, ക്ലോസറ്റ്, കുളിക്കുന്ന ഏരിയ, ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇതിൽ വേണമെങ്കിൽ കോർണർ സ്റ്റാൻഡുകൾ കൊടുക്കാൻ സാധിക്കും. അത് സോപ്പ് ഡിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ കുളിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് സാധാരണ കൊടുക്കുന്നത്. റൈറ്റ് സൈഡിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ട്രാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ ഒരു സൈഡിലേക്ക് മാറ്റി ഏറ്റവും ടോപ്പിൽ ഒരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇന്നും ഔട്ടുമാണ് കാണുന്നത്. അതായത് ഹീറ്ററിലേക്കുള്ള ഇന്നും ഔട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വാഷ് ബേസിൻ, അതുപോലെ തന്നെ എക്സോസ്റ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്വിച്ചും പ്ലഗും 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ സ്വിച്ചും പ്ലഗും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വാഷ് ബേസിൻ നമ്മളൊരു 10 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ഈ സൈഡിലായിട്ട് വെള്ളം തെറിക്കാത്ത രീതിയിൽ, കുളിക്കുന്ന സമയത്ത് പോലും വെള്ളം തെറിക്കാത്ത രീതിയിൽ സൈഡിലേക്ക് മാറ്റി ഒരു 6 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് മിറർ ലാമ്പ്, എക്സോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് ഇതുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ മിറർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മെയിൻ ലൈറ്റ്. ചെറിയ ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട്, ചെറിയ ബാത്റൂമാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine.